ഗോതമ്പ് വട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് 4 ഗ്ലാസ്, കുറച്ച് തേങ്ങ, ഒരു പഴം, ജീരകം, ഏലക്ക, ശർക്കര ഇതെല്ലാം എടുത്തിട്ട് ശർക്കരയിൽ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുന്നു. ജീരകം ഏലക്ക പൊടിച്ചെടുക്കുന്നു. ഇതിൽ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് ഇലയിൽ വെച്ച് അട ഉണ്ടാക്കാം. തേങ്ങ, ഒരു പഴം, ഏലക്ക, ജീരകം ഒക്കെ മിക്സിയിലിട്ടുന്നു അട അരച്ചെടുക്കുന്നു. ശർക്കര ഉരുകാൻ വെച്ച് ഒഴിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ, പഴം, ജീരകമൊക്കെ അരച്ചിങ്ങോട്ട് ചേർക്കുന്നു. ശർക്കര ഉരുക്കി അരച്ചെടുക്കുന്നു. ടേസ്റ്റ് വേണ്ടി കുറച്ച് ചേർത്തിട്ട് മാവ് നിളക്കുന്നു. ഇതിലേക്ക് ശർക്കര ഉരുക്കി ചൂടോടെ ഒഴിക്കുന്നു. ചൂടോടെ ശർക്കര ഉരുക്കി വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കും. ശർക്കര ഉരുക്കി വെള്ളം കുറേശ്ശെ ഒഴിച്ച് അട പരത്തി വെക്കാവുന്ന പാകത്തിനാക്കുന്നു. ഇത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ലൂസാക്കി വെച്ച് സോഡാപ്പൊടി ഇട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. മാവ് ഇളക്കി യോജിപ്പിച്ച് അടയ്ക്കുള്ള പരിവായി കൺസിസ്റ്റൻസിയായി ഇതിൽ കുറച്ചെടുത്ത് മാറ്റുന്നു. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഇത് അടയാക്കണം. ഇത് ഇലയിൽ പരത്തി വെച്ച് ആവിയിൽ പിഴിഞ്ഞെടുക്കും. ഇതിൽ കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നു, കുറച്ച് എള്ള് ചേർക്കണം, കുറച്ച് കശുവണ്ടി നെയ്യിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ടാക്കാൻ മാവിലേക്ക് വറുത്തിടാം. നെയ്യിൽ വറുത്തിടാം. ഈ കശുവണ്ടി മുറിച്ചിട്ട് നെയ്യിൽ വറുത്തെടുക്കുന്നു. വറുത്തെടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ ചേർക്കാം. കശുവണ്ടി വറുത്തത് മാവിലേക്ക് ചേർക്കുന്നു. കുറച്ച് കശുവണ്ടിയും കുറച്ച് നെയ്യും അടയ്ക്കകത്തും കൂടെ ചേർക്കും. അടയ്ക്കാതെ വെച്ചിട്ട് ഇളക്കാം. മാവിലേക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് ഇളക്കി ലൂസാക്കി വെക്കുന്നു. ഇത്രയുള്ള മാവ് ഇലയിൽ വെച്ച് പരത്തിയെടുക്കുന്നു. പരത്തിയിട്ട് ഇല കൊണ്ട് കവർ ചെയ്തു അട ഇലയിൽ വെച്ച് പൊതിഞ്ഞു. ഇത് കുക്കറിൽ 3 ചട്ട വെച്ച് സ്റ്റാൻഡ് വെച്ച് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും. ഒഴിഞ്ഞാൽ ഇലയിലാക്കി വെച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഉണ്ണിയപ്പത്തിലുള്ള മാവിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നു. സോഡാപ്പൊടി, കുറച്ച് ബ്ലാക്ക് സെസാമ്, നെയ്യിൽ വറുത്ത കശുവണ്ടി ഇതൊക്കെ ഇട്ടു ഇനി യോജിപ്പിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡിയാക്കി വെച്ചു. 1 മണിക്കൂർ ഇതിന് പൊളിച്ച് കഴിയുമ്പോൾ ഉണ്ണിയപ്പം ആക്കാം.
ഈ മാങ്ങ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ച് വേവിക്കുന്നു. മാങ്ങപ്പഴം വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് ഊറ്റിയെടുക്കും. മാംഗോ സിറപ്പ് ഉണ്ടാകും. ചൂടാറുമ്പോൾ തുറന്നിട്ട് പിഴിഞ്ഞെടുക്കാം. കുക്കറിൻ്റെ ചൂടാറിയപ്പോൾ അത് തുറന്നിട്ട് ഇതൊക്കെ അരിച്ചെടുക്കുന്നു. അരിച്ച് പിഴിഞ്ഞെടുത്ത് മാംഗോ ജ്യൂസാക്കാം, സിറപ്പാക്കാം. തൊലിയെടുത്ത് ഇട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതെല്ലാം ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഈ അരിപ്പയും കൂടെ അരിച്ചെടുക്കും. അരിപ്പയിൽ പിഴിഞ്ഞെടുത്ത് സിറപ്പിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഐസായിട്ടും ഷേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. മാംഗോ സിറപ്പ്.